മോദിയെ ഉപദേശിക്കാൻ മാത്രം ഇവിടെ ഒരു ബംഗ്ലാദേശിയും വളർന്നിട്ടില്ല. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ നേരിടാൻ താരിഖ് റഹ്മാന്റെ ഉപദേശം ഇവിടെ ആർക്കും ആവശ്യമില്ല. ഡൽഹിയിൽ നീറ്റ് പരീക്ഷ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ തന്നെ ആദ്യമായി പ്രതികരിച്ച് ബംഗ്ലാദേശ് സർക്കാർ രംഗത്ത്. താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി സർക്കാരിലെ വിദേശകാര്യ സഹമന്ത്രിയായ ഷമ ഉസ്ബേദ് ആകട്ടെ ഇന്ത്യയിലെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്കകൾ ഗൗരവമായി തന്നെ പരിഗണിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരം കണ്ടെത്താമെന്ന് നരേന്ദ്രമോദി സർക്കാരിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കും അതിനിടെ ഉണ്ടായ സംഘർഷങ്ങളും സംബന്ധിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കവെയാണ് ബംഗ്ലാദേശിന്റെ ഈ ഒരു നിലപാട് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും അവിടെ നിലനിർത്തേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യമാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരുടെ സുരക്ഷയും അവർ പരാമർശിച്ചു. അതേസമയം ഇന്ത്യയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ സ്വീകരിച്ച വിമർശനാത്മക നിലപാടുകളിൽ ഇന്ന് വ്യത്യസ്തമായ സമീപനമാണ് ബംഗ്ലാദേശ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ജനാധിപത്യപരമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ബംഗ്ലാദേശ് സർക്കാർ ആകട്ടെ ഇവിടെ വ്യക്തമാക്കിയതോടുകൂടി ഡൽഹിയിൽ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ വർദ്ധിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആകട്ടെ ഇവിടെ ആദ്യ പ്രതികരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്കകൾ ശ്രദ്ധിക്കുകയും അവർക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യണമെന്നും ബംഗ്ലാദേശ് മന്ത്രിയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മറ്റൊരു അയൽക്കാരനായ പാകിസ്ഥാൻ സർക്കാരിന്റെ പ്രതികരണത്തിൽ നിന്ന് ബംഗ്ലാദേശിന്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമാണ്. താരിഖ് റഹ്മാൻ സർക്കാരിലെ വിദേശകാര്യ സഹമന്ത്രിയാണ് ഷമ. അതുപോലെ തന്നെ ഡൽഹിയിലെ പ്രതിരോധത്തിനിടയിൽ ഉണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചും ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളെയും അതിനെയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തെക്കുറിച്ചും താൻ കേട്ടിട്ടുണ്ടെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തണമെന്നും ഇവിടെ ബംഗ്ലാദേശ് സർക്കാർ ആഗ്രഹിക്കുന്നതായും അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിലും ഒരു ജനാധിപത്യ ഗവൺമെന്റ് എന്ന നിലയിലും നമ്മുടെ മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിൽക്കണമെന്നും അതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ ആകട്ടെ ജനങ്ങളുടെ ആശങ്കകൾ ശ്രദ്ധിക്കുകയും സാഹചര്യം പരിഹരിക്കാൻ വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഞങ്ങളുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഡൽഹിയിലെ പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ വലിയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് ബംഗ്ലാദേശിലെ നിരവധി തീവ്ര ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടനകൾ പ്രകടനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നതാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടാതെ തന്നെ ശ്രീലങ്കയും നേപ്പാളിനെയും മാധ്യമങ്ങളും വിദ്യാഭ്യാസ പരിരക്ഷകൾക്കെതിരെ തന്നെ വലിയ രീതിയിൽ ഇന്ത്യയിൽ യുവാക്കൾ നയിക്കുന്ന പ്രതിഷേധങ്ങൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.